നമസ്കാരം, രഞ്ജിത്താണ് ധ്വനി മീഡിയയിൽ നിന്നും. കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോയിലൂടെ സംവദിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. എനിക്ക് തോന്നുന്നൊരു 10 ദിവസത്തിന് മേലായെന്ന് തോന്നുന്നു. 9 ദിവസം 10 ദിവസമായിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. പൊതുവേ ഞാൻ ഓൾറെഡി റെക്കോർഡഡ് വീഡിയോസ് ഇടാറില്ല. അന്നേരം നമുക്ക് തോന്നുന്നൊരു വിഷയം റെക്കോർഡ് ചെയ്തിടുകയാണ്. അപ്പം എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നിരന്തരമായിട്ടുള്ള യാത്രകൾ, രാവിലത്തെ വെളുപ്പിനത്തെ മിക്കവാറും ട്രെയിനിനാണെങ്കിലും കാറിനാണെങ്കിലും പോകണമെങ്കിൽ തൃശ്ശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ വെളുപ്പിന് ഒരു 3 മണി ആകുമ്പോൾ നമ്മുടെ അടുത്ത് പുറപ്പെടണം. 4 മണിയാകുമ്പോൾ പുറപ്പെടണം എന്നുള്ളതുകൊണ്ട് രാവിലത്തെ കുളി, പിന്നെ ഈ ഇടതടവില്ലാത്ത യാത്രകളും കൊണ്ട് ജലദോഷം നന്നായിട്ട് പിടിച്ചു. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ പറഞ്ഞത് റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഗാർഗിളൊക്കെ ചെയ്ത് പോകുന്നു. ശബ്ദം ഇന്നലെയൊക്കെ ഒട്ടും ഇല്ലായിരുന്നു. ഇന്ന് സ്വല്പം ശബ്ദം വന്നപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്. പല വിചാരിക്കും നമ്മളെന്താ വീഡിയോ ഇടാത്തത്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എന്താ വരാത്തതെന്നൊക്കെ ഒരു ചിന്ത വരാം. യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ചിട്ട് ഇത്ര ടൈമിനുള്ള വീഡിയോ ഇടണമെന്ന് എന്തൊക്കെയോ ഉണ്ട്. നമുക്കിന്ന് സംസാരിക്കുന്ന ചെറിയൊരു വിഷയമാണ്. വലിയ വിഷയമാണ്. ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ബാക്കി പിന്നീട് നമുക്ക് സംവദിക്കാമെന്ന് തോന്നുന്നു. ജ്യോതിഷം ശാസ്ത്രീയമാണോ? ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമാണോ, സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ, സയൻസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പലരും ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം, ശംഖ് ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാറുണ്ടല്ലേ. ശാസ്ത്രം ചേർത്ത് പറയുമ്പോൾ, സയൻസ് എന്ന് പറയുമ്പോൾ സയൻസ് ഫിസിക്കലി പ്രൂവൺ ആയിരിക്കണം, തെളിവുണ്ടായിരിക്കണം. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ ജലം ഉണ്ടാവുമെന്നും, 2 തന്മാത്രകൾ ചേർന്നാൽ മാത്രമേ കുടിച്ചാൽ ജലം ഉണ്ടാകും എല്ലാവർക്കും അറിയാം. അത് ആര് ചേർത്താലും ആ ജലം തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ജ്യോതിഷത്തിന് നമുക്ക് അങ്ങനെ ഫിസിക്കലി കാണിച്ചു കൊടുക്കാൻ ഒന്നുമില്ല തെളിവുകൾ, അല്ലേ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ഗ്രഹം സൂര്യനും ചന്ദ്രനും ബുധശുക്രനും ചൊവ്വയും ഗുരുവും ഒക്കെ നമ്മളെ സ്വാധീനിക്കുമോ? ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഇത്രയും ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന സൂര്യന്റെ പ്രകാശം വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ ശരീരത്തിൽ പൊള്ളല, ചൂടേൽപ്പിക്കുമെങ്കിൽ ആ ഗ്രഹങ്ങൾക്കും സ്വാധീനം ചെലുത്താൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ അത് അത്രയും ഡിസ്റ്റൻസിലുള്ള ഒരു സ്വാധീനമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയല്ല, പൊതുവേ ജ്യോതിഷത്തിന് കുറേയധികം ഡിസഡ്വാൻറ്റേജ് ഞാൻ കൈകാര്യം ചെയ്യുന്ന മേഖലയാണെങ്കിലും, ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് കൊടുക്കുന്ന സംഗതികൾ മിക്കവാറും കറക്റ്റ് ഒന്നും ആവില്ല. ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ എന്ന് കൊടുക്കുന്ന ഒരു ഡേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഡേറ്റ് വെച്ചിട്ടായിരിക്കും കൊടുക്കുക. ശരിക്കും അതല്ലല്ലോ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അമ്മയുടെ ഉദരത്തിൽ ബീജവും അണ്ഡവും സംയോജിച്ച് ജീവൻ വെക്കുന്ന സമയമാണ് ഡേറ്റ് ഓഫ് ബർത്ത്. പല മഹാന്മാരായ ജ്യോതിഷന്മാർ നേരത്തെ ശൂലപാണി വാര്യരെ പോലുള്ളവർ, അതേപോലെ പല വലിയ വലിയ പ്രഗത്ഭരായ ജ്യോതിഷരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു, അങ്ങനെ ഗണിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഗണിക്കുന്ന ജാതകമാണ് കൃത്യമായിട്ട് ജാതകം എന്ന് പറയാൻ സാധിക്കുന്നത്. ബാക്കിയൊക്കെ ഒരു 50-60% ആക്യുറസി ഉണ്ടാവത്തുള്ളൂ. പിന്നെ തെളിവ്, സൂര്യൻ നിങ്ങളെ ദോഷം ചെയ്തു, ശനി നിങ്ങളെ ദോഷം ചെയ്തു, കുജൻ നിങ്ങളെ ദോഷം ചെയ്തു, എങ്ങനെ തെളിവ് കാണിക്കാൻ പറ്റും? ഒരു തെളിവില്ല. അതുകൊണ്ട് തന്നെ ഇത് സയന്റിഫിക്കലി പ്രൂവൺ അല്ല. വാസ്തുവും നമുക്ക് ദോഷമുണ്ട്, കന്നിമൂലയ്ക്ക് ഇന്നതുണ്ട്, അല്ലെങ്കിൽ അളവ് ഇന്നതാണ്, ഇന്ന ചുറ്റ് മരണച്ചുറ്റ് വന്നാൽ ഇന്നതെന്നൊക്കെ പറയാമെന്നല്ലാതെ വാസ്തുപുരുഷൻ ഇങ്ങനെ ശയിക്കുന്നു എന്നൊക്കെ പറയാമെന്നല്ല നമുക്ക് തെളിവ് കാണിച്ചു. എന്നാൽ കാണിച്ചതാണ് വാസ്തുപുരുഷന്റെ ശിരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പെട്ടു. പിന്നെ നമുക്ക് പിന്നെയും കാണിച്ചു കൊടുക്കാവുന്ന കുറച്ച് പൂജകളൊക്കെയാണ്. ഒരു ഗണപതി ഹോമം നടത്തിയാൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം, ആവാഹനം നടത്തിയാൽ റിസൾട്ട്, അങ്ങനെ കുറച്ച് പൂജകളിലും ദ്രാവിഡ പൂജകളിലും കുറച്ച് റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്നല്ലാതെ. പിന്നെ നിഗൂഢ ശാസ്ത്രങ്ങളിലെ കുറച്ച് പെൻഡുലം പോലെയുള്ള, അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ പോയിട്ട് വീടിന് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി നോക്കിയ സമയത്ത് വീടിന്റെ ഒരു മൂലയ്ക്ക് ഒരു നെഗറ്റീവ് എനർജി കണ്ടതായിട്ട് കാണുകയും അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ പൂച്ചയുടെ അസ്ഥിയോ എന്തൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. അത് നെഗറ്റീവായിട്ട് കിടന്നതായിരിക്കാം, വേറെ ആഭിചാരമൊന്നും ആവണമെന്നില്ല. എങ്കിൽ പോലും അത് കണ്ടുപിടിക്കാൻ വേറെ ഒരു എറണാകുളത്തൊരു ക്ലാസ് പെൻഡുലം നടത്തിയ ഒരു ശിഷ്യൻ, അദ്ദേഹം 1ാമത്തെ ക്ലാസ് കഴിഞ്ഞ് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും നോക്കിയ സമയത്ത് തകിട്, നാണയം, അങ്ങനെ കുറെ ഏലസുകൾ, യന്ത്രങ്ങളൊക്കെ കുഴിച്ചിട്ടതും കുപ്പിക്കകത്ത് കുഴിച്ചിട്ടതും ഒക്കെ അങ്ങനെ കിട്ടുകയുണ്ടായി. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഇത് ഉണ്ടെന്ന് നമുക്ക് സമർത്ഥിക്കാം, അല്ലെങ്കിൽ പറയാം. ചുമയുണ്ട്, പനി മാറിയിട്ടില്ല, അല്ലെങ്കിൽ ജലദോഷം മാറിയിട്ടില്ല. അപ്പം അത് സമർത്ഥിക്കാമെന്നേ ഉള്ളൂ. അതിനും സയന്റിഫിക്കലി പ്രൂവൺ അല്ല. ഇതൊന്നും സയന്റിഫിക്കലി സയൻസ് കാണിച്ചതാ. ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പെട്ടുപോയി. ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. ദൈവമുണ്ട്, സങ്കല്പമാണ്, നമ്മുടെ മനസ്സിൽ സങ്കല്പമാണ് ദൈവം, ഈശ്വരൻ, ദേവി, ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ജ്യോതിഷം ശാസ്ത്രമാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല, പക്ഷെ ശാസ്ത്രമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അതിനെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട്, റിസൾട്ടും കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും സയൻസ് പറയുന്ന പോലെ, സയൻസിന്റെ തിയറി പറയുന്ന പോലെ, എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ പറയണ പോലെ അങ്ങനെയൊക്കെയുള്ള പ്രൂഫ് നമുക്ക് കൊടുക്കാനൊന്നും ഒന്നിനും സാധിക്കത്തില്ല. പക്ഷേ
അവരുടെ വിശ്വാസമുള്ളവർക്ക് വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സംതൃപ്തിയാണ് ജ്യോതിഷം. ഇത് വിശ്വസിക്കുന്നവർക്ക്, അവിശ്വാസികൾക്ക് തട്ടിപ്പാന്നൊക്കെ പറഞ്ഞ് നടക്കാം. എന്തും പറയാം. എല്ലാവർക്കും ഭാരതത്തിൽ എന്തും സംസാരിക്കാനുള്ള അവകാശമുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഒരാളെയും നമ്മൾ കുറ്റം പറയണതല്ല, എങ്കിൽ പോലും ഇത് ശാസ്ത്രീയമാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയം അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആരോഗ്യം, സൗണ്ടൊക്കെ ക്ലിയർ ആയതിനു ശേഷം നല്ല കുറേ വീഡിയോസ് ചെയ്യാം. വരുന്നവരെ നന്ദി, നമസ്കാരം.